ഹലോ, ചെമ്പസ്വാമി. അതെ അതെ അതെ. ആ, പടത്തിൻ്റെ ഷൂട്ട് എവിടെ വെച്ചാണോ? ആ, അത് ശരി. ആ, അവിടെ വെച്ച് ചെയ്യണ്ട, അവിടെ വെച്ച് ചെയ്യണ്ട. എന്നാന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷൻ വെച്ച് ഷൂട്ട് ചെയ്ത പടങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നൊക്കെ അടുത്ത ജംഗ്ഷനിലേക്ക്, ആ അടുത്ത ജംഗ്ഷനിലേക്ക്, ആ കുറിയന്നൂർ ജംഗ്ഷനിൽ വെച്ച് ചെയ്തു. അതെ അതെ അതെ. വേറെന്താണ് ഇട്ടേക്കുന്നത്? കൊക്കിടരുതടോ. എടോ, ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ മറ്റേ വാഴ എന്ന് പറഞ്ഞ പടം കണ്ടില്ലേ? അതിൻ്റെ ആദ്യത്തെ പേരെന്തുമായിരുന്നു? മരവാഴ. മരം അങ്ങോട്ട് കട്ട് ചെയ്തു, വാഴയെന്ന് ഇട്ട് കൊടുത്തു. പടം ഹിറ്റാണോ? ആ, അതുപോലെ കൊക്ക് വേണ്ട, 2 വാക്കൂടെ കൂട്ടി എഴുതിക്കോ. കോക്കാമ്പീച്ചിന്ന് ഇട്ടോ, ഹിറ്റായിരിക്കും. 100 ദിവസം സരിത സവിത ഓടും. ഞാനല്ലേ പറഞ്ഞത്. ആ ആ ആ ആ ബാക്കി കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ശിക്ഷനെ വിടാം. അവൻ്റെ കൊടുത്താൽ മതി. ഓക്കെ, നമസ്കാരം. ഇരിക്കൂ. എവിടുന്ന് വരുന്നു, എന്തിനു വരുന്നു, എന്ത് വേണം? അതെ, കുറെ പേര് പറഞ്ഞറിഞ്ഞ് സ്വാമിനെ പറ്റി, അതാ ഇങ്ങോട്ട് വന്നത്. സ്വാമി ഇങ്ങനെ അറിയപ്പെടാതെ കിടക്കുന്ന ആളുകളെയൊക്കെ പ്രശസ്തരാക്കി. ആണല്ലോ, അറിയപ്പെടാതെ കിടക്കുന്ന ഏറ്റവും കൂടുതൽ പേരെ പ്രശസ്തരാക്കിയിട്ടുള്ള ഒരു സ്വാമിയാണ് ചെമ്പരത്തി സ്വാമി. അപ്പം പറഞ്ഞു, ആരെയാണ് പ്രശസ്തനാക്കേണ്ടത്? എന്റെ കെട്ടിയോനെയാണ്. അങ്ങേര് ഒരു പണിക്കും വേലയ്ക്കും ഒന്നും പോവുകയില്ല. വീട്ടില് ഏത് നേരം ഇങ്ങനെ ചടഞ്ഞുള്ള ഇരിപ്പ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ കഴിവൊന്നും ഇല്ല സ്വാമി. പുസ്തകങ്ങൾ എന്തെങ്കിലും വായിക്കുവോ? പുസ്തകമൊന്നും വായിക്കില്ല. കൊച്ചു പുസ്തകമല്ലോ. കൊച്ചു പുസ്തകം വായിക്കും, ഞങ്ങളുടെ കൊച്ചു പുസ്തകം വായിക്കും. പക്ഷെ പുള്ളി പുസ്തകമൊന്നും വായിക്കും. എത്ര കൊച്ചുങ്ങളുണ്ട്? 4. പിന്നെ പുള്ളിക്ക് കഴിവില്ലെന്ന് പറഞ്ഞത്? അല്ല, ഭയങ്കര കഴിവല്ലേ പുള്ളിക്കുള്ളത്? അയ്യോ, അങ്ങനത്തെ കഴിവല്ല. പുള്ളിയെ പ്രശസ്തനാക്കണേന്നാ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ ആ ഒരു കല്യാണ വീട്ടില് ഗാനമേളക്കിടെ കുടിച്ചിട്ട് വെളിവില്ലാണ്ട് ഡാൻസ് കളിച്ചതാണ്. അത് ആരോ എടുത്ത് ഷൂട്ട് ചെയ്ത് വീഡിയോ വൈറലായി. അതുപോലെ സുധാകരൻ, 2 വീടിന്റെ അപ്പുറത്തുള്ള, അവ വീട്ടിൽ പൂത്തിരുന്ന ബ്രെഡ് കഴിക്കണം, അതുകൊണ്ട് ദൂരെ കളയാനായിട്ട് റോട്ടിൽ കൊണ്ട് കളഞ്ഞതാ. അത് വന്ന് പട്ടി തിന്ന്. അപ്പൊ ആൾക്കാരെ മൃഗസ്നേഹി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ. സുജയുടെ മോള് അമ്പലത്തിൽ ഉത്സവത്തിന് പഞ്ചാരിമേളത്തിന് വെറുതെ രസത്തിന് ഒരു ക്യൂട്ട്നെസ് ഇട്ടതാ. അവളിപ്പോ ഭയങ്കര ക്യൂട്ട്നെസ് രാജിയായി, രാജ്ഞിയായി, ഭയങ്കര വൈറലായി. അപ്പൊ താങ്കളുടെ ഭർത്താവ് അതുപോലെ വൈറലാകണം, അതാണ് പറഞ്ഞു വരുന്നത്. വൈറലാകാൻ കഴിവുകളൊന്നുമില്ല, വായിക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്, ഗിന്നസ് ബുക്കിൽ കയറാൻ താല്പര്യമുണ്ടോ? പുള്ളി അതിനെങ്ങനെ കയറും? അതിന് കഴിവുള്ള ആളുകളൊക്കെ അല്ലേ. കഴിവുണ്ടായിട്ടാണോ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഡാൻസ് പരിപാടിക്ക് എല്ലാത്തിനും പിടിച്ച് അങ്ങോട്ട് കയറ്റിയത്? അയ്യോ, അത് സ്വാമി പറഞ്ഞിട്ട്. ആ സേഡിത്ത് വരുന്ന പരിപാടിയിൽ മുഴുവൻ എണ്ണത്തിന് തുണി കൊടുത്തവനെ, തുണി മേടിച്ചവനെ, ആ സേഡിത്ത് ചെയ്യുന്നവനെ, ഗൂർക്ക, സെക്യൂരിറ്റി, എല്ലാവരും ആലമ്പന്മാര് വായി നോക്കി എല്ലാരും പിടിച്ച് നേരത്തെ നിർത്തി. ആ നീല സാരിയും ബ്ലൗസും എല്ലാം ഇട്ടവരും ഇടാത്തവരും എല്ലാം കൂടെ ഇടിച്ചു നിർത്തി എല്ലാത്തിനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്ക് അങ്ങോട്ട് പോയി. അതുപോലുള്ള ഗിന്നസ് ആന്നേ. അയ്യോ സ്വാമി, എന്നാ ഞങ്ങളെ ഒന്ന് ഗിന്നസിലൊന്ന് ആ പുള്ളിനെ ഒന്ന് കയറ്റി തരും. തീർച്ചയായിട്ടും കയറ്റി തരാമല്ലോ. പക്ഷെ ഒരു കാര്യം, 2 ഗാന്ധി വേണം. പൈസയാണോ ഉദ്ദേശിച്ചത്? ആയിരിക്കാം. കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, ദേ 2 ആ ഇങ്ങോട്ട് ഇടുക. ആ, മിണ്ടാതുരിയാടാതെ ഞാൻ തരുന്ന ഏലസ് അദ്ദേഹത്തിന്റെ അരയിൽ കൊണ്ട് കെട്ടണം. അരയിൽ കെട്ടിക്കഴിഞ്ഞ് മാത്രമേ അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കാവൂ. എഴുന്നേൽക്കുക. ബസ്സിനകത്ത് ടിക്കറ്റ് എങ്ങനെ എടുക്കുക? ആക്ഷൻ കാണിച്ചാൽ മതി. അവിടെ പോവാ. പോയിട്ട് വന്നടി. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാണ്ട്? ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ മൊബൈൽ കട്ട് ചെയ്ത് കളയണല്ല. എനിക്കെന്താ മാ തുറന്ന് സംസാരിച്ചൂടെ? ഏത് ഉടായ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവനെടി എവിടെ പോയിട്ടാടി? എവിടെ പോയിട്ട് വന്നാണ്? എടി, നിന്നെ ഞാൻ ഉച്ച മുതൽ ഞാൻ വൈകുന്നേരം വരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് അപ്പോഴൊന്നും വിളിക്കാൻ സൗകര്യമില്ല. നീ വിളിക്കുമ്പോഴൊക്കെ കട്ട് ചെയ്ത് കളയണം. നീ എവിടെ പോയിട്ട് വന്നടി? എടി, നീ എവിടെ പോയിട്ട്? എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത്. നീ എവിടെ പോയിട്ട് വന്നാണെന്ന് എനിക്കിപ്പോൾ അറിയണം. കൂടുതൽ സംസാരിക്കരുത്. ബലസരത് എൻ്റെ അടുത്ത് കിടന്നു. എന്ത് ഊമേ? ഇവിടെ പാടി. നീ കാര്യം പറയടി. നീ എവിടെ പോയാടി? എവിടെ പോയി? എന്തോ ഉടായ്പം കഴിഞ്ഞു വന്നല്ലേടി? പിന്നെ എന്തിനാണ്? എന്നതാടി ഇത്? അല്ല പിന്നെ നിനക്ക് എന്തെങ്കിലും എന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ പോരായിരുന്നു. ഇങ്ങനെ മാത്രമേ എന്നെ ഉപദ്രവിക്കാവൂ.
ദേഷ്യം വരത്തില്ലേ? ഒരു ഏലസ് കെട്ടാൻ വന്നപ്പോഴത്തേക്ക് പെടാപ്പാട് പെടുത്തിക്കളഞ്ഞു. ഏലസ് കെട്ടണമെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അടങ്ങൊതുങ്ങി നിന്ന് തരൂല്ലേ? നീ അതെങ്ങനെയാണ്? കുടുംബണ്ട് ഉരി കൊണ്ടുപോയി ഒരു വാക്കും മിണ്ടല്ല. എന്റെ മനുഷ്യ ആ ഏലസ് തന്നപ്പോ ആ സ്വാമി പറഞ്ഞത് മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടുവന്ന് കെട്ടണോന്ന്. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? കടലാസിൽ എഴുതിയെങ്കിലും കാണിച്ചുകൂടായിരുന്നു. അയ്യോ ചുമ്മാതൊന്നുമല്ല. ആ ചെമ്പരത്തി സ്വാമിനെ കാണാൻ പോയപ്പോ രൂപ 1000 എണ്ണ കൊടുത്തിട്ടാണ് ഈ ഏലസ് ഉണ്ടാക്കിയത്. എന്തിനാണ് ഏലസ് ഉണ്ടാക്കിയത്? എന്തിനാണെന്നാ? ഗിന്നസ് വേൾഡ് റെക്കോർഡ് മേടിക്കാനായിട്ട്. എന്റെ എന്തോരം കൂട്ടുകാരികളാ വൈറലായെന്ന് അറിയാമോ? എനിക്കാ വൈറലാകാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് വൈറലായിട്ട് വേണം എനിക്കൊന്ന് വൈറലാകാൻ. നീ 4 പ്രാവശ്യം വൈറലായതല്ലടി. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി വയറ്റിലായ കാര്യമല്ല പറഞ്ഞ, വൈറല് ഫേമസ് ആവണം. എന്നിട്ട് വേണം എനിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ട്. ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? എന്താണ് കാന്താരി, നീ ആദ്യം കണ്ണടച്ചിരിക്കാതെ കണ്ണു തുറന്നൊന്ന് സമൂഹത്തിലേക്ക് നോക്ക്. ഈ സമൂഹത്തിൽ നടക്കണം എന്താണെന്ന് നോക്ക്. പെട്ടെന്ന് അങ്ങാട് എല്ലാരും കൂടി അങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറിയിട്ട് ഫേമസ് ആകുക എന്ന് പറഞ്ഞാൽ എന്ത് നടപ്പടക്കണേ? അതിനൊക്കെ ഒരു ട്രിക്ക് വേണം, അതിനൊക്കെ ഒരു ബുദ്ധി വേണം, അതിനൊക്കെ ഒരു ജ്ഞാനം വേണം, അതിനൊക്കെ ഒരു തന്ത്രം വേണം. അല്ലാണ്ട് പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞാലും നിങ്ങളെ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. എടി, ഞാൻ ഒരു ഗതിയും പരഗതി ഇല്ലാതെ അലഞ്ഞു കിടക്കണം. ഞാൻ എന്നെ പിടിച്ച് എന്നത്തിനാണ് ഗിന്നസ് ബുക്ക്? നിനക്ക് കയറിക്കൂടെ ഗിന്നസ് ബുക്കിൽ? എനിക്കൊന്നിനുള്ള കഴിവില്ല. നിങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് ആ പേരിൽ എനിക്കൊരു നിങ്ങളുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളിന്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിക്കണം. ശേ, അതിനാണ് എന്നെ വിളിപ്പിച്ചത്. പിന്നെ എത്ര നേരം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ അംഗമാണ്. അത് കുഴപ്പമില്ല. എന്നോട് എന്നെങ്കിലും ഒന്നും ഗിന്നസിൽ കയറിയാലേ സമാധാനം ആവുള്ളൂ. ആ പേരിൽ ഞാൻ ഫേമസ് ആകണം, അവർക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നും പറഞ്ഞ് സമാധാനം സ്വസ്ഥത എനിക്ക് വേണ്ട. ഈ മെമ്പർ സദാശിവം വിളിച്ച ആരാണെങ്കിലും വരും, ആരാണെങ്കിലും ഗിന്നസ് തരും. എന്റെ സദാശിവ, നീ എന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഗിന്നസിൽ കയറ്റണം. ഞാൻ എനിക്ക് സമാനത്തോടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാ. 2 കൂട്ടുകാരെ ഞാൻ ഗിന്നസ് കയറ്റിയില്ലേ? പിന്നെ എന്നെ കൂടി ഒന്ന് കയറ്റടാ. ഒരു മുരളീനെയും ഒരു മനാജിനെയും. പിന്നെ ഞാൻ അതിന്റെ മെയിൻ ആളെ വിളിക്കാം. നീ ഒന്ന് വിളിക്കടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്നും. സമാനത്തോടെ കിടന്ന് ഉറങ്ങാനാണ്. അവള് ഒരു സ്വസ്ഥത എനിക്ക് തന്നെ ഇല്ലടാ. പേടിക്കണ്ട, അവള് വൈറലായില്ലെങ്കിൽ കിടത്തൂല്ല. ഹലോ പ്രസാദ്, നമസ്കാരം. കേസ് പ്രസാദ് അല്ലേ? ആ ഞാനേ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഒന്ന് ഗിന്നസിൽ കയറ്റണം, അതിന് വേണ്ടിട്ട് വിളിച്ചതാ. മിമിക്രി കാണിക്കും. മിമിക്രി അറിയില്ല. മിമിക്രി അറിയില്ലെന്നാ പറയണത്. ഡാൻസ് പണ്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്യാറില്ല. ഡാൻസ് പണ്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ. വേറെ പാട്ട് പാടുവാ? പാട്ട് ഈ 2 അടിക്കുമ്പോ പാടണല്ലാതെ അല്ലാതെ പാടാറില്ല. പിന്നെ യേശുദാസ് റേഡിയോയിൽ പാടുമ്പോ ഒപ്പം പാടാറുണ്ട്. അങ്ങനെ പറ്റൂല. വേറെ എന്തെങ്കിലും പാട്ട് പാടാൻ പറ്റുവാ? വേറെ പിന്നെ ഞാൻ ചെറിയായിട്ട് മറ്റേ സ്ഥലപ്പേര് കൊണ്ടൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഉണ്ട് പ്രസാദേട്ടാ, വെറൈറ്റി ഒന്ന് കേട്ടു നോക്ക്. അത് ഞാനൊരു പയ്യന് വേണ്ടി എഴുതി കൊടുത്തൊരു പാട്ടാണ്. അത് അവൻ പാടി അവൻ വൈറലായി. ആണല്ലേ? ഒന്ന് കേട്ടു. അതേപോലത്തെ പാടിക്കും. പാടിക്കോട്ടെ സാറേ. ഇളമക്കര പോണേക്കര തൃക്കാക്കര ചമ്പക്കര അരുവിക്കര മാവേലിക്കര നെയ്യാറ്റിങ്കര നീണ്ടകര കൊട്ടാരക്കര കൊടകര. ഇളമക്കര പോണേക്കര തൃക്കാക്കര ചമ്പക്കര അരുവിക്കര മാവേലിക്കര ചോറ്റാനിക്കര ചൂനക്കര പിന്നെ വടശ്ശേരിക്കര വടകര കര 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 തേവലക്കര കര 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 അമ്പലക്കര. ഹലോ പ്രസാദ് കട്ടാക്കി. ഇഷ്ടപ്പെട്ട് കാണും ചിലപ്പോ. ശേ, പാടണ്ടായിരുന്നല്ലേ? പിന്നല്ലാതെ ഞാൻ അത് നല്ലൊരു ചാൻസ് ആയിരുന്നത്. അത് ഞാൻ വേറൊരാൾക്ക് എഴുതി കൊടുത്തിട്ട് അവൻ ഫേമസ് ആയ ഒരു പാട്ടാണത്. നോക്കട്ടെ. ഛേ, നശിപ്പിച്ചെന്ന്. ഞാൻ ഗിന്നസിന്റെ പടിവാതിൽ വരെ എത്തിച്ചാണ്. അപ്പൊ പുള്ളി എടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടിയോടി ആ സംഗതി പൊളിഞ്ഞു പോയി. പുള്ളി എനിക്ക് തോന്നുന്നു മൊബൈൽ എടുത്ത് എറിഞ്ഞതാണോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞാണെന്ന് അറിയാമല്ലോ. വിളിച്ചിട്ട് കിട്ടണില്ല. നീ ഏത് ഗിന്നസിന്റെ കാര്യം പറയണ? കൊച്ചിൻ ഗിന്നസിന്റെ. എടാ, ഇത് വേൾഡ് ഗിന്നസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടാ? ഉപ്പ് മാങ്ങാത്തൊലി. എടാ, ഗിന്നസ് ബുക്കിൽ പേര് കയറ്റാനായിട്ട്. അവിടെ എന്നെ കൊണ്ട് കയറ്റാനാണ് ഇവള് കിടന്ന്. എന്നിട്ട് എന്തിനാണ്? അന്നേരം ചേട്ടൻ ഫേമസ് ആകൂല. അപ്പൊ ഈ പുള്ളിക്കും എനിക്കൊക്കെ ഉദ്ഘാടനം ചെയ്യും. ഈ പുള്ളിനാണ് മെയിൻ ആയിട്ട് ഉദ്ഘാടനം ചെയ്യിക്കേണ്ടത്. ഉദ്ഘാടനം ഇതും വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണ? എന്തെന്നാണ് ഇപ്പൊ അറിയണത്? ഇത് നാട്ടുകാരല്ലേ ഇതൊക്കെ കാണേണ്ടത്? നീ ഒന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്ക്, അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിന്റെ മരണഫണ്ടി കയറാൻ നോക്ക്. മുടക്കില്ലാതെ കയറുന്നുണ്ട്. ഗിന്നസ് ബുക്കിൽ കയറാൻ നടക്കണ്. ഈ ഗിന്നസ് ബുക്കിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ടെന്ന്. അതൊക്കെ അറിയാം എനിക്ക്. എന്തറിയാന്നൊന്ന് പറഞ്ഞെന്ന്. ഏറ്റവും ആദ്യം ചെയ്യണം, ഏറ്റവും കൂടുതൽ ചെയ്യണം, അല്ലെങ്കിൽ ആരും ചെയ്യാത്ത ചെയ്യണം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഈ മുതലിനെ കൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി നടത്തണത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് തന്നെയാണ് ഞാനും അറിയിക്കണത്. എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതെ, ചെയ്യാനുള്ളത് കിടന്ന് ഉറങ്ങാല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ മണ്ണിന്റെ അടിയിൽ 2 ദിവസം കിടക്കണം. മണ്ണിന്റെ അടിയിൽ ശ്വാസം മുട്ടി ചത്തുപോകില്ല. പറ്റൂല. വെള്ളത്തിൽ മുങ്ങാൻ കൂടിയിട്ട് 2 മണിക്കൂർ പിടിക്കാൻ പറ്റും. നീന്തൽ എത്ര വശമില്ല. അതും പറ്റൂല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് തേങ്ങ നമ്മുടെ പല്ലുകൊണ്ട് പൊതിക്കണം. അതറിയാമോ? ഒരു 100 എണ്ണമെങ്കിലും പൊതിക്കണം.
പാര വെച്ച് പൊതിക്കാം. പാര വെക്കുമെന്ന് എനിക്കറിയാം. വേറെ ചെയ്യാൻ പറ്റുന്നത് ഞാനൊരു കാര്യം പറയട്ടെ, 1000 പേരെ ഒരുമിച്ച് കൂട്ടുകാരെ വിളിച്ച് കൂട്ടിയിട്ട് യൂണിഫോം ഇട്ടിട്ട് ഒരുമിച്ച് ഷെയർ ഇട്ട് അടിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് അല്ലേലും വെള്ളാടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ. 1000 ദിവസം പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പെട്ടെന്ന് ഗിന്നസ് കയറാൻ പറ്റും. പെട്ടെന്ന് ഗിന്നസ് കിട്ടും. ഏറ്റവും കൂടുതൽ ആള് പട്ടിണി കിടന്നതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതല്ലെങ്കിൽ നീണ്ടു നിവർന്ന് മറ്റേ കട്ടിലിൽ കിടക്കണത് 1000 ദിവസം തളർന്നിട്ടൊന്നുമില്ലല്ലോ. തളർന്നിട്ടൊന്നുമില്ല. കഞ്ഞി കോരി തരണം. അതും സുഖമാണേ അല്ലേ? ഒന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇന്ന് തന്നെ പ്രാക്ടീസ് തുടങ്ങിയ. ചെമ്പരത്തി സ്വാമി ചുമ്മാതെ ഒന്നും കാണാതെ പറയൂല. അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഏലസ് കെട്ടിയ ഗിന്നസ് കിട്ടുമെന്ന്. ആണോ? അപ്പൊ ഇന്ന് തന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ. പ്രിയമുള്ളവരെ, എന്റെ ഭർത്താവ് 2.5 ദിവസം തുടർച്ചയായി ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയാണ് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് കടക്കാം. കാണിച്ചു കൊടുക്കണം. നടക്കൂലട്ടാ, നടക്കൂല. ഒരാൾക്ക് നടക്കൂല. മാക്സിമം പോയാൽ 10 മിനിറ്റ്. എന്റെ മനുഷ്യ, ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത് അത് വീഡിയോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്താലേ ഗിന്നസിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുള്ളൂ. അവരത് സ്വീകരിക്കുള്ളൂ. ഊഞ്ഞാലാടാ, ഉന്നത തള്ളാതെ ഊഞ്ഞാലാടാ. എന്തെങ്കിലും പണ്ടാരോ വെറൈറ്റി എന്തെങ്കിലും കാണിക്കണം. ആരും ഉന്നണ്ട തള്ളണ്ട. ആരും ചെയ്യാത്തത്. ആരും ചെയ്യാത്തൊരു അത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും കേട്ടോ. ആടിക്കോ, ആട്, കുതിക്കാട്. ഇല്ല, കുതിക്ക്, പറ്റല്ലടാ, കുതിക്കാട്. അയ്യോ, പറ്റൂലേ? നടക്കൂലോ. ഇയാളൊരു കുന്തോ ചെയ്യാൻ പോണില്ല. വേറെ സാധനം ചെയ്യട്ടെ. വേറെന്താ ചെയ്യാണോ? തലകീഴായിട്ട് തെങ്ങി കയറട്ടെ. അത് ഐഡിയ. പ്രിയമുള്ളവരെ, എന്റെ ഭർത്താവ് തലകീഴായി തെങ്ങിന്റെ അറ്റം വരെ കയറുന്ന ഒരു സാഹസ്യ പ്രകടനമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത്. കാണൂ. ഇത് കാലാണെന്ന് സംഘടിപ്പിക്ക്. ഇത് കാല, അത് കൈ. വട്ടം പിടി, ചുറ്റിപ്പിടി. ഇയാളിത് എന്ത് കാണിക്കുകയാണ്? എന്താണ് കേറണില്ലേ? നടക്കൂല. ഇയാളെ കൊണ്ട് ഇതൊന്നും നടക്കൂല. ഗിന്നസ് മേടിക്കണ വഴി എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു മമ്മട്ടി കിട്ടുവാ. മമ്മൂട്ടിനെ ഞാൻ കൊണ്ടുവരാ. മമ്മൂട്ടി അല്ലടാ പൊട്ടാ, മണ്ണ് കുഴിത് കൊണ്ടണ മമ്മട്ടി. എന്തിനാണ്? മണ്ണ് കുഴിച്ചിട്ട് ആ കുഴിക്കകത്തിട്ട് ഈ തല മൂടിയിട്ടാണെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ മേടിക്കും. ചെമ്പരത്തി സ്വാമി പറഞ്ഞിട്ടുണ്ട് ഏലസ് കെട്ടിയാൽ ഗിന്നസ് റെഡി. അടിച്ചല്ല. ഇവള് കണ്ട ആ സാമീനെ എനിക്കൊന്ന് കാണാൻ പറ്റുക. എന്തിനാ? ഒരു ഏലസിന് വേണ്ടിയാ. ഏലസ് അതെന്തിനാ? വേറെ ഒന്നിനും അല്ലടാ. ഈ ബാധ എന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ഒരു ഏലസ് എനിക്ക് തരുമോന്നറിയാൻ വേണ്ടിട്ടാ. എനിക്ക് ഗിന്നസ് വേണ്ട, ഏലസ് മതി.